രുചിഭേദങ്ങൾക്ക് പേരുകേട്ടിടമാണ് തിരുവനന്തപുരം, ഒരു സംശയവുമില്ല കാര്യത്തിൽ. എന്നാൽ നഗരത്തിന് പുറത്ത് മട്ടൻ വിഭവങ്ങൾ മാത്രം വിളമ്പുന്ന ഒരു ഭക്ഷണശാലയുണ്ട്. പല തരത്തിലുള്ള മട്ടൻ വിഭവങ്ങളാണ് അവിടുത്തെ പ്രത്യേകത. മട്ടൻ രുചി തേടിയിറങ്ങിയ വി ജയശങ്കറും സംഘവും അവിടുത്തേക്ക് ഒരു യാത്ര പോയി. നമുക്കും പോവല്ലേ, നല്ല രുചിയൂറും മട്ടൻ വിഭവങ്ങൾ. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, നഗരത്തിന് പുറത്തും രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഒട്ടനവധി ഭക്ഷണശാലകളുണ്ട്. അത്തരത്തിലൊരിടത്തേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഇന്നത്തെ യാത്ര. ഇതാണ് നമ്മൾ പറഞ്ഞ രുചിയിടം, ബാലരാമപുരത്തെ ബിസ്മി ഹോട്ടൽ. 50 വർഷത്തിലധികമായി ഈ ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ പ്രത്യേകത മട്ടൻ വിഭവങ്ങളാണ്. വിവിധ ഇനം മട്ടൻ കറികൾക്ക് പ്രസിദ്ധമാണ് ഈ ഹോട്ടൽ. ആടുവിഭവങ്ങൾ തേടി വരുന്നവരുടെ പറുദീസയാണ് ഈ ഭക്ഷണശാല. കേരളത്തിലെ ഒരു കടയിലും ലഭിക്കാത്ത പലയിനം മട്ടൻ വിഭവങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ അടുക്കളയിൽ തിളച്ചുമറിയുന്ന മട്ടൻ കറികൾക്ക് സ്വന്തം രുചിക്കൂട്ടാണ് ഇവർ നൽകുന്നത്. അതിന് 50 വർഷത്തോളം പഴക്കമുണ്ട്. പുറത്തെ റൂമിൽ വെച്ചാണ് പൊറോട്ടയടി. അതിന് ചേർന്ന് ഫ്രഷ് ആട്ടിറച്ചി വിൽപ്പനയുമുണ്ട്. നമ്മുടെ ഈ ബാലരാമപുരം എന്ന് പറയുന്നത് പണ്ടേ ഉള്ള ഹോട്ടലിലൊക്കെ ഈ മട്ടൺ തന്നെയാണ് കച്ചവടം. അങ്ങനെയാണ് ഇവിടെ ഞാൻ തുടങ്ങിയപ്പോഴും മട്ടനാക്കിയത്. രാവിലെ വെളുപ്പിൽ 5 മണിക്ക് തുടങ്ങും, രാത്രി 12 മണി വരെ കാണും. പാചകമൊക്കെ ഇവിടെ നമ്മൾ സാധാരണ പഴയ കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്ന രീതിയിലുള്ളതായ ആഹാരമാണ്. പുതിയ സംവിധാനങ്ങളൊന്നുമില്ല. വേറെ രുചി വരാൻ വേണ്ടി വേറെ കൃത്രിമമായിട്ടുള്ള സാധനങ്ങളൊന്നും ചേർക്കില്ല. എല്ലാം നമ്മൾ സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ, പഴയ കാലത്ത് സാധനങ്ങൾ തന്നെ റെഡിയാക്കി ചെയ്യുന്നത്. മട്ടൻ ഞെല്ലി, മട്ടൻ ബ്രെയിൻ, മട്ടൻ കറി, മട്ടൻ ലിവർ, മട്ടൻ പെരട്ട, മട്ടൻ ഫ്രൈ, അങ്ങനെ പട്ടിക നീളുകയാണ്. ചില വിഭവങ്ങൾ വൈകുന്നേരം മാത്രമേ പാചകം ചെയ്യൂ. പണ്ടൊക്കെ 24 മണിക്കൂറും കട തുറന്നിരുന്നു. കോവിഡിന് ശേഷം സമയം കുറച്ചു. എങ്കിലും ഭക്ഷണപ്രേമികളുടെ വരവിന് ഒരു കുറവുമില്ല. കോവിഡിന് മുമ്പായിരുന്നു 24 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നപ്പോഴേക്കും നമ്മൾ പിന്നെ ഷിഫ്റ്റിംഗ് ടൈമിംഗ് ഒക്കെ മാറിയപ്പോൾ 12:30 വരെ ആക്കിയതാണ്. സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടനാണ്, ഫ്രഷ് മട്ടനാണ്. മട്ടൻ്റെ കറിയുണ്ട്, പെരട്ടുണ്ട്, ലിവറുണ്ട്, ബ്രെയിനുണ്ട്, ഞെല്ലിയുണ്ട്, അങ്ങനെ മട്ടൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ മട്ടൻ ഫ്രൈ ഉണ്ട്, വെളിച്ചെണ്ണ. മൊത്തത്തിൽ മട്ടൻ കറികളുടെ സംഗമമാണ് ഇവിടെ. മട്ടൻ ചാപ്സ് ഉണ്ട്, മട്ടൻ പെരട്ടുണ്ട്, മട്ടൻ കറിയുണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, പിന്നെ അതിനപ്പുറം മട്ടൻ സൂപ്പുണ്ട്. നല്ല ചൂട് സൂപ്പാണ്. ഒക്കെ എന്തായാലും കഴിച്ചു നോക്കണം. നമുക്ക് ആദ്യം ഒരു ബിരിയാണി എടുത്ത് കഴിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് ഒരു മട്ടൻ വിഭവം കഴിക്കുന്നത് ജീവിതത്തിൽ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റിയാണ് സാധനം. കാരണം പൊതുവേ ചിക്കനും ബീഫൊക്കെ കഴിക്കാറുള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ് മട്ടൻ പരീക്ഷിക്കുന്നത്. ഇനി ബാക്കി ഓരോ ഐറ്റംസ് എടുത്ത് കഴിച്ചു നോക്കാം. മട്ടൻ പെരട്ടാണ്. നമുക്ക് ഈ റൈസിൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇത് മട്ടൻ ചാപ്സ് ആണ്. നല്ല സോഫ്റ്റാണ്. റൈസിൻ്റെ കൂടെയൊക്കെ പിടിക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളത് മട്ടൻ കറിയാണ്. സ്വാഭാവികമായിട്ടും മറ്റേതിനേക്കാളൊക്കെ സോഫ്റ്റാണ് മട്ടൻ കറിയുടെ. കണ്ടോ?
തിരുവനന്തപുരം വഴിക്കൊക്കെ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് മട്ടൺ പ്രേമികൾക്ക് കയറാൻ പറ്റിയൊരു കടയാണ് ബാലരാമപുരത്തെ ബിസ്മി ഹോട്ടൽ. അത്രമാത്രം രുചികരമാണ് ഇവിടുത്തെ വിഭവങ്ങൾ. നമുക്ക് ഈ കട പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ പാഠശാല ഉമേഷ് ഏട്ടനാണ്, പ്രണവം ഉമേഷ് ഏട്ടനാണ് ഈ കട പരിചയപ്പെടുത്തുന്നത്. പുള്ളി ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് പൊറോട്ട വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരത്തെ ബിസ്മി ഹോട്ടലിലേക്ക് വന്നാൽ വയറും നിറയും മനസ്സും നിറയും. അത്രമാത്രം രുചികരമായ മട്ടൻ വിഭവങ്ങളാണ് ഇവരിവിടെ തീന്മേശയിൽ വിളമ്പുന്നത്. എന്തായാലും ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനും രാഹുലിനും ഉമേഷിനുമൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം. അജയ് സൈൻ ഓഫ് പറഞ്ഞല്ലോ, ഇനി അത് ഇറക്കിക്കും. കുറച്ച് ഭക്ഷണം വായിക്കകത്തുണ്ട്, അത് വെച്ചിട്ടാണ് സൈൻ ഓഫ് ഒക്കെ പറയുന്നത്. അപ്പം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്, മനസ്സ് നിറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ രുചി കൊണ്ട് എന്താണ് പറയുക, ആ രുചി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ ആ രുചി ഇവിടെ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത്.